ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കിച്ചണിൽ നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് എഴുതാൻ മറക്കരുത്. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമുക്കിനി ഒട്ടും സമയങ്ങളായത് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ വീട്ടിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഇതുപോലെ അലുമിനിയം പാത്രങ്ങൾ, അതുപോലെ ചട്ടി, കുടുക്ക, കുക്കർ, പുട്ടുംകുറ്റി, ഇതൊക്കെ നമുക്ക് എങ്ങനെ നന്നായിട്ടൊന്ന് കഴുകി നല്ല വെള്ളി പോലെ ഒന്ന് വെട്ടിത്തിളങ്ങുന്ന പാത്രമാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. പലർക്കും അറിയാമായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഈ ചട്ടിയൊക്കെ കണ്ടിട്ട് ഇതൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ അഴുക്ക് പിടിച്ചതിൻ്റെ കളറെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന സ്ക്രബ്ബറും അതുപോലെ തന്നെ നമ്മൾ കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്ന സോപ്പ് മാത്രമാണ് ഇതൊന്ന് കഴുകിയെടുക്കാനായിട്ട് ആവശ്യമുള്ളത്. സാധാരണ കരിയും വെണ്ണീറൊക്കെ ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നന്നായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കഴുകി ഒളിപ്പിക്കാനായിട്ട് പറ്റും. പക്ഷേ ഇപ്പോൾ ഫ്ലാറ്റിലും അതുപോലെ തന്നെ ഗ്യാസ് അടുപ്പിലും ഇൻഡക്ഷൻ കുക്കറിലൊക്കെ ചെയ്യുന്നവർക്കാവുമ്പോൾ കരിയും വെണ്ണീറൊന്നും അവൈലബിൾ ആയിരിക്കില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്സാണിത്. ഇതിപ്പോൾ സോപ്പായാലും സ്ക്രബ്ബറായാലും നമ്മൾ വീട്ടിലുള്ള ഐറ്റംസ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിച്ച് പഴയതായ ചെറിയ സോപ്പോ അല്ലെങ്കിൽ കുറഞ്ഞ 10-20 കിട്ടുന്ന സോപ്പായാലും മതി. ഇനിയിപ്പോൾ സോപ്പിന് സ്മെല്ല് വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴുകിയെടുത്തതിന് ശേഷം സാധാരണ നമ്മൾ ഡിഷ് വാഷ് ഉപയോഗിച്ചൊന്ന് കഴുകിയാൽ അതിൻ്റെ സ്മെല്ലും പോയി കിട്ടും. അപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന പാത്രങ്ങളെല്ലാം ഇവിടെ നിന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യത്തെ കളർ നിങ്ങൾ കണ്ടതാണല്ലോ. ഇപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ഇങ്ങനെയായിട്ട് വരുന്നത്. അങ്ങനെ നമുക്ക് വെണ്ണീറും അതുപോലെ തന്നെ കരിയൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ സോപ്പും സ്ക്രബ്ബറും മാത്രം ഉപയോഗിച്ചിട്ട് നമ്മുടെ പാത്രങ്ങൾ നല്ല പുത്തനാക്കി വെട്ടിത്തിളങ്ങുന്ന പാത്രമാക്കിയിട്ട് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഇനി പുറത്തും അതുപോലെ ഗൾഫിലൊക്കെ ഉള്ളവർക്കും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കും വെണ്ണീറും കരിയൊന്നും കിട്ടാത്തവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് ഇത്. എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് എഴുതാൻ മറക്കരുത്. നമ്മൾ കറിക്കോ ഉപ്പേരിക്കൊക്കെ പച്ചക്കായ അരിയുക അല്ലെങ്കിൽ ഉറുമാമ്പഴം പൊളിക്കുക, നെല്ലിക്ക, ഇതൊക്കെ നമ്മുടെ കയ്യിലായാലും നമ്മുടെ കയ്യിലൊരു കറുപ്പ് കറ പിടിക്കുമല്ലോ. ഈ ഒരു കറ കളയാനായിട്ട് നമുക്ക് വെറും ഒരു ചെറുനാരങ്ങയുടെ കഷ്ണം മാത്രം മതി കേട്ടോ. അത് വെച്ചിട്ട് ഇതുപോലെ എല്ലായിടത്തും ഒന്ന് ഉരച്ചു കൊടുക്കുക. നഖത്തിൻ്റെ ഉള്ളിലൊക്കെ നല്ല കറുപ്പ് കറായിട്ട് വരും. അത് നമ്മൾ എങ്ങനെ ചെയ്താലും അത് പോവില്ല. ഈ ഒരു ചെറുനാരങ്ങയുടെ കഷ്ണം ഉണ്ടെങ്കിൽ നമുക്കത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് തേച്ചൊരച്ച് കൊടുത്താൽ നമ്മുടെ കൈ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ കൈ കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഫുള്ളായിട്ടും പോയിട്ടുണ്ട് കേട്ടോ. നഖത്തിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് കറുപ്പ് നിറണ്ടായിരുന്നു, അതൊക്കെ ഭംഗിയായിട്ട് പോയി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ടിപ്പ് നോക്കാം. നമ്മൾ രാവിലെ നേരത്തെ തന്നെ ചായ ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് കഴിയുമ്പോഴേക്കും അതങ്ങ് തണുത്തു പോകും. പിന്നീട് അത് ചൂടാക്കി കഴിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ ചായ ചൂടാറാതെ ഇതെങ്ങനെ എടുത്തു വെക്കാമെന്ന് നോക്കാം. നിങ്ങളുടെ വീട്ടിൽ റൈസ് കുക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ ചായ നിങ്ങൾ ഏതിലാണോ ഒഴിച്ച് വെക്കുന്നത് അതിലേക്ക് ഒഴിച്ച് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചാൽ മതി. നമ്മുടെ ചായ 2-3 മണിക്കൂറോളം നമുക്ക് ചൂടാറാതെ തന്നെ സൂക്ഷിക്കാനായിട്ട് കഴിയും. ഇനി റൈസ് കുക്കർ ഇല്ലാത്തവർക്ക് വീട്ടിൽ ഇതുപോലെ പഴയ കുക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഇത് ഇറക്കി വെച്ചാലും നമുക്ക് ചായ ഒട്ടും തന്നെ ചൂടാറാതെ എടുത്തു വെക്കാനായിട്ട് കഴിയും കേട്ടോ. ഇങ്ങനെ എടുത്തു വെച്ചാൽ നമുക്ക് ചൂടും പോവില്ല, അതുപോലെ തന്നെ ചായയുടെ ടേസ്റ്റും മാറില്ല. നമ്മൾ ഫ്ലാസ്കിലൊക്കെ ഒഴിച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ ചായയുടെ ടേസ്റ്റും മാറും, അതുപോലെ തന്നെ അതിന് വേറൊരു സ്മെല്ലും ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലുള്ള കുപ്പി ഗ്ലാസ്സുകൾ ഒരുപാട് കാലം നമുക്ക് എങ്ങനെ പൊട്ടാതെ സൂക്ഷിക്കാനായിട്ട് കഴിയാമെന്ന് നോക്കാം. ചിലപ്പോൾ നമ്മൾ ചൂടുവെള്ളവും പച്ചവെള്ളവും എല്ലാം ഒന്ന് മാറി മാറി എടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നമുക്കിത് ചൂടുവെള്ളമോ പച്ചവെള്ളമോ എന്തെടുത്താലും പൊട്ടാതെ നമുക്കിത് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാനായിട്ട് കഴിയും കേട്ടോ. അതിനായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മൾ പൂള അങ്ങനെയുള്ളതൊക്കെ പുഴുങ്ങിയെടുക്കുന്നത് പോലെ നമുക്ക് കുപ്പി ഗ്ലാസ് ഒന്ന് പുഴുങ്ങിയെടുക്കുകയാണ് വേണ്ടത്. ഗ്ലാസ് കൊള്ളുന്ന ഒരു പാത്രത്തിലേക്ക് അതിൻ്റെ മുകളിൽ വെള്ളം നിൽക്കുന്ന അത്ര വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. 2-3 മിനിറ്റോളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്തതിന് ശേഷം ഡിഷ് വാഷ് വെച്ചൊന്ന് കഴുകിയെടുത്തതിന് നമുക്കിത് ഉപയോഗിച്ച് തുടങ്ങാവുന്നതാണ്.
ഇങ്ങനെ ചെയ്താൽ നമുക്ക് ഒരുപാട് കാലം ഈ ഗ്ലാസ് പൊട്ടാതെ സൂക്ഷിക്കാനായിട്ട് കഴിയും കേട്ടോ. ഇനി അടുത്ത ടിപ്പ് നോക്കാം. നമ്മുടെ കിച്ചണിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ഇറുക്കി വെച്ചിട്ടാണ്. ചില ഭാഗങ്ങൾ ഇതിന് കുടിൽ എന്നൊക്കെ പറയും. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചൂടുള്ള പാത്രങ്ങൾ മാത്രമല്ല എടുക്കാനായിട്ട് പറ്റുക. ഇതുപോലെ നമ്മൾ തിളച്ച വെള്ളത്തിലിട്ട് വെച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് എടുക്കാൻ, പുഴുങ്ങിയ പഴം, മുട്ട, അതൊക്കെ നമുക്കിത് വെച്ചിട്ട് ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ സ്പൂണോ കയ്യിലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇത്ര ഈസി ആയിട്ട് എടുക്കാനായിട്ട് പറ്റില്ല. അതുപോലെ തന്നെ നമ്മൾ കിച്ചൺ ടവലൊക്കെ തിളച്ച വെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്കത് തിരിച്ചും മറിച്ചിടാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗം വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് ഇത് തിരിച്ചും മറിച്ചും ഇളക്കി കൊടുക്കാനൊക്കെ നല്ല സൂപ്പറായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കണ്ടില്ലേ, എത്ര തിളച്ച വെള്ളമാണെങ്കിലും നമുക്കിത് വെച്ചിട്ട് സൂപ്പറായിട്ട് മറിച്ചിടാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം. പണ്ടൊക്കെ നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്ന സമയത്ത് അതെങ്ങനെ കേടുകൂടാതെ കുറച്ച് കാലം സൂക്ഷിച്ച് വെക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം വെണ്ടക്ക നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകിയതിന് ശേഷം അതിലെ വെള്ളമെല്ലാം ഒന്ന് വാർത്ത് ഇതിലെ വെള്ളം നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് ഡ്രൈ ആയിട്ട് വേണം നമുക്കിത് സൂക്ഷിച്ച് വെക്കാനായിട്ട്. ഇനി ഇതിൻ്റെ ഈ ഞെട്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് മുറിച്ച് മാറ്റാം. വെണ്ടക്ക നമ്മൾ വാങ്ങി സൂക്ഷിച്ച് വെക്കുമ്പോൾ അത് മൂപ്പ് പെട്ടെന്ന് കൂടി വരുമല്ലോ. ഇത് ഞെട്ടിൻ്റെ ഭാഗം മുറിച്ച് മാറ്റിയാൽ അങ്ങനെ മൂപ്പ് കൂടി പോവില്ല കേട്ടോ. എപ്പോഴും ഇതുപോലെ തന്നെ ഉണ്ടാവും. ഞെട്ടെല്ലാം മുറിച്ച് മാറ്റിയതിന് ശേഷം നമുക്കിത് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നിങ്ങളുടെ അടുത്ത് ടിഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. കുറച്ച് കൂടുതൽ സമയം നമ്മൾ എടുത്ത് വെക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഈർപ്പം വരാതിരിക്കാനായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് കൊടുത്താൽ നല്ലതാണ്. ഞാനിപ്പോൾ ഇതൊരു 2-3 ദിവസത്തിനുള്ളിൽ തന്നെ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനായിട്ട് എടുക്കും. ഇനി നമുക്ക് ഇഞ്ചി എങ്ങനെ ഇതുപോലെ കുറച്ച് കൂടുതൽ കാലം എടുത്ത് വെക്കാൻ നോക്കാം. അപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ ഇഞ്ചി പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇഞ്ചി നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് അതിലെ വെള്ളമായോ നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം കേട്ടോ. ഒട്ടും വെള്ളമില്ലാതെ വേണം നമ്മളിത് എടുത്ത് വെക്കാനായിട്ട്. ഇനി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ എടുത്ത് നമുക്കതിൽ ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇഞ്ചി അതിലിട്ട് കൊടുക്കാം. ഇങ്ങനെ വെള്ളമൊക്കെ നന്നായിട്ട് തുടച്ചെടുത്ത് ഇഞ്ചി നമുക്ക് ഇതുപോലെ എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ കുറേ കാലം നമുക്കിങ്ങനെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇഞ്ചി പ്ലാസ്റ്റിക് കവറിലൊക്കെ ആക്കി അങ്ങനെ വെക്കുകയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോവും. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്ത ടിപ്പ് നോക്കാം. തക്കാളി വളരെ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകുന്ന ഒരു വെജിറ്റബിളാണ്. തക്കാളി എങ്ങനെ നമുക്ക് ഒരുപാട് കാലം കേടുകൂടാതെ സൂക്ഷിച്ച് വെക്കാമെന്ന് നോക്കാം. ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ എടുത്ത് അതിൻ്റെ താഴെ പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറോ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ ഈ നെട്ടിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അത് താഴേക്കായിട്ട് വെച്ച് കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ എടുത്തു വെക്കുന്ന തക്കാളിയുടെ കൂട്ടത്തിൽ കേടുവന്ന തക്കാളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വേറെ എടുത്തു വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ബാക്കിയുള്ള തക്കാളി കൂടി പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോവും. തക്കാളി ഇതുപോലെ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി എടുത്തു വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് തക്കാളിയും ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും. കേടുവന്ന തക്കാളി വേറെ മാറ്റി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ അരിയൊക്കെ കുറച്ച് കൂടുതൽ കാലം സൂക്ഷിച്ച് വെക്കുമ്പോൾ അതിൽ പുഴുക്കുത്തും അതുപോലെ പ്രാണികളുടെ ശല്യമൊക്കെ ഉണ്ടാവും. അങ്ങനെ വരാതിരിക്കാനായിട്ട് നമുക്കതിൽ കുറച്ച് ഉണക്കമുളക് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ അരിയിൽ ആ പുഴുക്കേടൊന്നും വരില്ല കേട്ടോ. അതുപോലെ തന്നെ നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിൽ തന്നെ അരി സൂക്ഷിച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാലം അരിയും കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇനി പഴം നമുക്ക് കൂടുതലായിട്ട് പഴുത്താൽ കഴിക്കാനായിട്ട് മടിയാവും. ഇതിൻ്റെ തൊലിയെല്ലാം കറുത്തു പോയാൽ പിന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാൻ മടിയാണ്. അപ്പോൾ അങ്ങനെ പഴം കൂടുതൽ പഴുക്കാതിരിക്കാനായിട്ട് നമുക്ക് ഇതിൻ്റെ ഞെട്ടിൻ്റെ ഭാഗം ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. എന്തെങ്കിലും പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ അലുമിനിയം ഫോയിലോ അതല്ലെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്ററോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമുക്കിതിൻ്റെ ഞെട്ടിൻ്റെ ഭാഗം നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുത്താൽ ഈ പഴം എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ ഉണ്ടാവും. ഇതിൽ കൂടുതൽ ഇത് പഴുത്തു പോവില്ല കേട്ടോ. അപ്പോൾ പഴമൊക്കെ കൂടുതലായിട്ട് വാങ്ങി വെക്കുന്ന സമയത്ത് അതിൻ്റെ ഞെട്ടിൻ്റെ ഭാഗം ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ ആ പഴം കൂടുതലായിട്ട് പഴുത്ത് കേടുവന്ന് പോവില്ല. അപ്പോൾ ഞാൻ രാത്രിയാണ് കവർ ചെയ്ത് വെക്കുന്നത്. രാവിലെ ആയാലും ഇത് ഇതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്കായാലും കഴിക്കാനായിട്ട് മടിയൊന്നും ഉണ്ടാവില്ല. ഇനി അവർ വൈകുന്നേരം സ്കൂൾ വിട്ടതിന് ശേഷം ഇത് കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ ഒട്ടും തന്നെ പഴുപ്പ് കൂടാതെ നമുക്കിത് എടുത്തു വെക്കാനായിട്ട് പറ്റും. ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്, ആ പഴം അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. നമുക്ക് കിച്ചണിൽ പല സമയങ്ങളിലും സന്ദർഭങ്ങളിലും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ടിപ്സുകളൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം.
അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഒന്ന് ഷെയറും കൂടി ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഇതിലേത് ടിപ്സാണ് നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുള്ളായി തോന്നിയത് അതൊന്ന് കമൻറ്റായിട്ട് എഴുതാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കും കമൻറ്റായിട്ട് എഴുതണം. ഇനി ഇതിന് പകരം നിങ്ങളെന്താണോ ചെയ്യുന്നത് അതും കൂടെ ഒന്ന് കമൻറ്റായിട്ട് എഴുതിയാൽ എനിക്കും കൂടി അതൊന്ന് യൂസ്ഫുൾ ആവും കേട്ടോ. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.